ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ബൈബിൾ വായന 15-ാം ദിവസം, യാക്കോബിൻ്റെ പ്രവാസകാലം. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 29-30 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകം 19-20 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ 3-ാം അധ്യായം 5 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. ഏസാവിനെ വഞ്ചിച്ച് പലായനം ചെയ്ത യാക്കോബ് ഹാരാനിലെത്തി. ലാബാൻ്റെ ഭവനത്തിൽ ദീർഘകാലം പാർക്കുന്നതും ലാബാനു വേണ്ടി വേല ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നതും ലാബാൻ്റെ മക്കളായ ലയയെയും റാഹേലിനെയും ഭാര്യമാരാക്കി ജീവിതം നയിക്കുന്നതും നാം ഈ ദിവസം വായിക്കുന്നു. സഹോദരനെ വഞ്ചിച്ച യാക്കോബിനെ ലാബാൻ വഞ്ചിക്കുന്നതും മുൻ തലമുറയിലെ തെറ്റുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നതും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം. ലാബാൻ്റെ വീട്ടിൽ. യാക്കോബ് യാത്ര തുടർന്ന് പൗരസ്ത്യരുടെ ദേശത്തേക്ക് സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ. അവിടെ അതിനു മുന്നിലായി 3 ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത്. കിണറിൻ്റെ വായ്ക്കല്ല് വലുതായിരുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കല്ല് കിണറിൻ്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വയ്ക്കുകയും ചെയ്തിരുന്നു. യാക്കോബ് അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ? അറിയും എന്ന് അവർ പറഞ്ഞു. അവന് ക്ഷേമമാണോ? അവൻ ചോദിച്ചു. ക്ഷേമം തന്നെ, അവർ പറഞ്ഞു. ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ഒരുമിച്ച് കൂട്ടുവാനുള്ള നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയ്ക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. എന്തെന്നാൽ അവൾ ഇടയസ്ത്രീയായിരുന്നു. തൻ്റെ മാതുലൻ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് യാക്കോബ് റാഹേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു. അവൾ ഓടിച്ചെന്ന് പിതാവിന് വിവരമറിയിച്ചു. തൻ്റെ സഹോദരീപുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി. അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. ലാബാൻ അവനോട് പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ. 1 മാസക്കാലം അവൻ അവൻ്റെ കൂടെ പാർത്തു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, നീ എൻ്റെ ചാർച്ചക്കാരനായതിനാൽ പ്രതിഫലമില്ലാതെ എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ? നിൻ്റെ വേതനം എത്രയാണെന്ന് എന്നോട് പറയുക. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ, ഇളയവളുടെ പേര് റാഹേൽ. ലയായുടെ നയനങ്ങൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ രൂപഭംഗിയുള്ളവളും കാഴ്ചയ്ക്ക് സുന്ദരിയും.
യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിനു വേണ്ടി 7 കൊല്ലം ഞാൻ അങ്ങയെ സേവിക്കാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ നിനക്ക് തരുന്നതാണ്. എൻ്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള ഇഷ്ടം മൂലം അവൻ്റെ ദൃഷ്ടികളിൽ അവ ഏതാനും നാളുകൾ പോലെയേ തോന്നിയുള്ളൂ. അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, എൻ്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട് എൻ്റെ ഭാര്യയെ തരിക, ഞാൻ അവളെ പ്രാപിക്കട്ടെ. ലാബാൻ ആ പ്രദേശത്തുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് നടത്തി. വൈകുന്നേരമായപ്പോൾ അവൻ തൻ്റെ മകൾ ലയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവൻ അവളെ പ്രാപിച്ചു. തൻ്റെ മകൾ ലയായ്ക്ക് പരിചാരികയായി ലാബാൻ തൻ്റെ പരിചാരിക സിൽഫായെ കൊടുത്തു. നേരം പുലർന്നപ്പോൾ അത് ലയ ആണെന്ന് കണ്ട് അവൻ ലാബാനോട് ചോദിച്ചു, അങ്ങ് എന്നോട് എന്താണ് ഈ ചെയ്തത്? റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ അങ്ങയോടൊപ്പം പണിയെടുത്തത്? പിന്നെ അങ്ങ് എന്നെ ചതിച്ചതെന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ നൽകുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറില്ല. ഇവളുടെ ആഴ്ച പൂർത്തിയാക്കുക. ഇനിയും വേറെ 7 വർഷം കൂടി നീ എന്നോടൊപ്പം വേല ചെയ്താൽ അവളെയും വേതനമായി ഞങ്ങൾ നിനക്ക് തരാം. യാക്കോബ് അപ്രകാരം ചെയ്തു. അവളുടെ ആഴ്ച പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ പുത്രി റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. ലാബാൻ പുത്രി റാഹേലിന് പരിചാരികയായി തൻ്റെ പരിചാരിക ബിൽഹായെ നൽകി. അവൻ റാഹേലിനെ പ്രാപിക്കുകയും ലയയേക്കാൾ കൂടുതലായി റാഹേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് 7 വർഷം കൂടി അവൻ അയാളോടൊപ്പം വേല ചെയ്തു. യാക്കോവിൻ്റെ മക്കൾ. ലയ വെറുക്കപ്പെടുന്നവരെന്നതായി കണ്ട് കർത്താവ് അവളുടെ ഗർഭപാത്രം തുറന്നു. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു. എന്തെന്നാൽ കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി തീർച്ചയായും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്നവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെറുക്കപ്പെടുന്നു എന്ന് കർത്താവ് കേട്ടതിനാൽ അവിടുന്ന് എനിക്ക് ഇവനെയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നതിനാൽ ഇത്തവണ എൻ്റെ ഭർത്താവ് എന്നോട് അടുക്കുക തന്നെ ചെയ്യും. അക്കാരണത്താൽ അവനെ ലേവി എന്ന് പേര് വിളിച്ചു. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവനെ യൂദ എന്ന് പേര് വിളിച്ചു. പിന്നീട് അവൾക്ക് പ്രസവിക്കാനായില്ല. അധ്യായം 30. താൻ യാക്കോവിന് മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് റാഹേൽ തൻ്റെ സഹോദരിയോട് അസൂയാലുവായി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് റാഹേലിനോട് കോപിച്ചു പറഞ്ഞു, നിന്നിൽ നിന്ന് ഉദരഫലം തടഞ്ഞ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഞാൻ? അവൾ പറഞ്ഞു, ഇതാ എൻ്റെ ദാസി ബിൽഹ, അവളെ പ്രാപിക്കുക. അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ. അങ്ങനെ അവളിലൂടെ ഞാനും പുത്രലബ്ധയാകും. അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് ഭാര്യയായി നൽകി. അവൻ അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ പറഞ്ഞു, ദൈവം എന്നെ വിധിക്കുകയും എൻ്റെ സ്വരം കേട്ട് എനിക്കൊരു പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു. അക്കാരണത്താൽ അവൾ അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ പരിചാരിക ബിൽഹ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. റാഹേൽ പറഞ്ഞു, എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം തന്നെ നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. തനിക്ക് പ്രസവിക്കാനാകുന്നില്ലെന്ന് കണ്ട് ലയ തൻ്റെ പരിചാരിക സിൽഫായെ കൊണ്ടുവന്ന് യാക്കോബിന് ഭാര്യയായി നൽകി. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് ഗാദ് എന്ന് പേരിട്ടു. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, എൻ്റെ സന്തോഷം കാരണം പെൺകൊടികൾ എന്നെ സന്തോഷവതി എന്ന് വിളിക്കും. അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്തുകാലത്ത് റൂബൻ വയലിൽ ചെന്നപ്പോൾ ദൂതായിപ്പഴം കാണുകയും അവ തൻ്റെ അമ്മ ലയായ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ റാഹേൽ ലയായോട് പറഞ്ഞു, നിന്റെ പുത്രൻ ദൂതായിപ്പഴത്തിൽ നിന്ന് സദയം എനിക്കും തരിക. അവൾ പറഞ്ഞു,
എൻ്റെ ഭർത്താവിനെ നീ കൈയടക്കി വെച്ചിരിക്കുന്നത് നിസ്സാര കാര്യമോ? എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൈവശപ്പെടുത്തണമോ? റാഹേൽ പറഞ്ഞു, അതുകൊണ്ട് നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴത്തിനു പകരം അദ്ദേഹം ഈ രാത്രി നിൻ്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്നും വന്നു. ലയ അവനെ കാണാൻ പുറത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് അങ്ങ് വരണം, കാരണം എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം ഞാൻ തന്നെ പ്രതിഫലമായി കൊടുത്ത് അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. ആ രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു. ദൈവം ലയായെ ശ്രവിച്ചു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5-മതൊരു പുത്രനെ പ്രസവിച്ചു. എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഇസാക്കർ എന്ന് പേരിട്ടു. ലയ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 6-മതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, ദൈവം എനിക്ക് നല്ല ഉപഹാരം സമ്മാനിച്ചിരിക്കുന്നു. ഇത്തവണ ഭർത്താവ് എന്നെ മാനിക്കും, കാരണം അവന് ഞാൻ 6 മക്കളെ കൊടുത്തിരിക്കുന്നു. അവൾ അവന് സെബുലൂൺ എന്ന് പേരിട്ടു. അതിനുശേഷം അവൾ ഒരു പുത്രിയെ പ്രസവിച്ചു. അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളെ കേൾക്കുകയും അവളുടെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്ക് മറ്റൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. യാക്കോബിൻ്റെ സമ്പത്ത്. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ വിട്ടയച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകട്ടെ. എൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്നാലും അവരെ പ്രതിയാണല്ലോ ഞാൻ അങ്ങയെ സേവിച്ചത്. ഞാൻ പോകട്ടെ. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനം അങ്ങയ്ക്ക് നന്നായി അറിയാമല്ലോ. ലാബാൻ അവനോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ഗണിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ തുടർന്ന് പറഞ്ഞു, നിന്റെ വേതനം എന്നിൽ നിന്ന് ഈടാക്കൂ, അത് ഞാൻ തരാം. അവൻ അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങയെ എപ്രകാരം സേവിച്ചെന്നും അങ്ങയുടെ കന്നുകാലികൾ എൻ്റെ കീഴിൽ എപ്രകാരമായിരുന്നുവെന്നും അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. എനിക്ക് മുമ്പ് അങ്ങേക്ക് കുറച്ചു മാത്രമുണ്ടായിരുന്നത് ഇപ്പോൾ തീർച്ചയായും ഏറെ പെരുകിയിരിക്കുന്നു. എൻ്റെ ഓരോ ചുവടിനും കർത്താവ് അങ്ങയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ ഭവനത്തിനായി എന്തെങ്കിലും ചെയ്യുക? അയാൾ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്കൊന്നും തരണ്ട. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അങ്ങ് ചെയ്താൽ അങ്ങയുടെ ആടുകളെ ഞാൻ തുടർന്നും മേയ്ച്ച് കാത്തുകൊള്ളാം. ഞാൻ ഇന്നു തന്നെ അങ്ങയുടെ ഓരോ ആട്ടിൻകൂട്ടത്തിലും കടന്ന് ചെമ്മരിയാടുകളിൽ പുള്ളിയും പാണ്ടുമുള്ള എല്ലാ ആടുകളെയും കറുത്ത ആടുകളെയും കോലാടുകളിൽ പാണ്ടും പുള്ളിയും ഉള്ളവയെയും വേർതിരിക്കാം. അവയായിരിക്കും എൻ്റെ വേതനം. വരുന്നാളിൽ എൻ്റെ വേതനം അങ്ങയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എൻ്റെ നീതി എനിക്ക് സാക്ഷ്യമായിരിക്കും. കോലാടുകളിൽ പുള്ളിയോ പാണ്ടോ ചെമ്മരിയാടുകളിൽ കറുപ്പോ ഇല്ലാത്തതായി എൻ്റെ പക്കലുള്ളതെല്ലാം കളവ് മുതലായിരിക്കും. ലാബാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നീ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ. അന്നു മുതൽ അവൻ വരയും പാണ്ടുമുള്ള മുട്ടാടുകളെയും പുള്ളികളുള്ള എല്ലാ കോലാടുകളെയും അതിൻ്റെ പാണ്ടുകളുള്ള എല്ലാ വെളുത്തതിനെയും ചെമ്മരിയാടുകളിൽ എല്ലാ കറുത്തതിനെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യേ അവൻ 3 ദിവസത്തെ വഴിയകലം നിർണയിച്ചു. യാക്കോബാകട്ടെ ലാബാൻ്റെ അവശേഷിച്ച ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് കമ്പുകളിലെ വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു നീക്കി. താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ ആടുകളുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരുന്നത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്നു. അവ വരയും പുള്ളിയും പാണ്ടുമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ചെമ്മരിയാടുകളാകട്ടെ യാക്കോബ് വേർതിരിച്ച് ലാബാൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളുടെയും നേരെ നിർത്തി. അവൻ അങ്ങനെ തനിക്ക് വേണ്ടി പ്രത്യേകം ആടുകളെ സ്വന്തമാക്കി. അവയെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ മാറ്റി നിർത്തി. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോഴെല്ലാം അവ കമ്പുകളുടെ അരികിൽ വെച്ച് ഇണചേരേണ്ടതിന് യാക്കോബ് കമ്പുകൾ ആടുകൾ കാണെ പാത്തികളിൽ വെച്ചിരുന്നു. എന്നാൽ മെലിഞ്ഞ ആടുകളുടെ കാര്യത്തിൽ അവൻ അത് ചെയ്തില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റേതും കൊഴുത്തവ യാക്കോബിൻ്റേതുമായി. അവൻ
അത്യധികം അഭിവൃദ്ധിപ്പെട്ടു. അവന് ധാരാളം ആടുകളും പരിചാരകന്മാരും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം. ജോബിൻ്റെ 5-ാം മറുപടി പ്രഭാഷണം. ജോബ് മറുപടിയായി പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എൻ്റെ ആത്മാവിനെ ഞെരുക്കുകയും വചസ്സുകൊണ്ട് എന്നെ നുറുക്കുകയും ചെയ്യും? ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചു. നിങ്ങൾ ലജ്ജയില്ലാതെ എന്നെ ദ്രോഹിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ എൻ്റെ തെറ്റ് എന്നോടുകൂടി പാർത്തുകൊള്ളും. നിങ്ങൾ സത്യത്തിൽ എന്നേക്കാൾ വലിപ്പം ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ദൈന്യമാണ് എനിക്കെതിരെ നിങ്ങൾ അധിക്ഷേപമാക്കുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കുവിൻ, ദൈവമാണ് എന്നെ കുറ്റക്കാരനാക്കിയത്, തൻ്റെ വല എൻ്റെ മേൽ വിരിച്ചതും. അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭ്യമല്ല. ഞാൻ മുറവിളി കൂട്ടിയാലും എനിക്ക് ന്യായം ഉണ്ടാകുന്നില്ല. അവിടുന്ന് എൻ്റെ വഴി കെട്ടിയടച്ചു, എനിക്ക് കടന്നു പോകാൻ ആകുന്നില്ല. അവിടുന്ന് എൻ്റെ സഞ്ചാരപാതകളിൽ അന്ധകാരം വീഴ്ത്തി. എൻ്റെ മഹത്വം അവിടുന്ന് എന്നിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞു. എൻ്റെ ശിരോഭൂഷണം എടുത്തു മാറ്റി. അവിടുന്ന് എന്നെ ചുറ്റുപാടും തകർക്കുന്നു. ഞാൻ യാത്രയാകുന്നു. അവിടുന്ന് എൻ്റെ പ്രത്യാശ വൃക്ഷമെന്ന പോലെ പിഴുതുകളഞ്ഞിരിക്കുന്നു. എനിക്കെതിരെ അവിടുന്ന് തൻ്റെ കോപം ജ്വലിപ്പിക്കുന്നു. അവിടുന്ന് എന്നെ തൻ്റെ വിരോധിയായി കണക്കാക്കിയിരിക്കുന്നു. അവിടുത്തെ സൈന്യങ്ങൾ ഒന്നടങ്കം വന്ന് എനിക്കെതിരെ തങ്ങളുടെ ഉപരോധം തീർക്കുകയാണ്. എൻ്റെ കൂടാരത്തിന് ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ എന്നിൽ നിന്ന് അകറ്റി. എൻ്റെ പരിചയക്കാരും എന്നിൽ നിന്ന് പിൻവാങ്ങി. എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ പുറന്തള്ളി. അവർ എന്നെ വിസ്മരിച്ചു. എൻ്റെ ഭവനത്തിലെ അന്തേവാസികളും എൻ്റെ ദാസിമാരും എന്നെ അന്യായനായി കരുതുന്നു. ഞാൻ അവരുടെ ദൃഷ്ടികളിൽ പരദേശിയായി തീർന്നിരിക്കുന്നു. ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ പ്രത്യുത്തരിക്കുന്നില്ല. എൻ്റെ വായ്കൊണ്ട് തന്നെ ഞാൻ അവനോട് കനിവ് ഇരക്കേണ്ടി വരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ശ്വാസം അപരിചിതമായി. എൻ്റെ ഔരസപുത്രന്മാർക്കും ഞാൻ നിന്നാപാത്രമായി. കൊച്ചുകുട്ടികൾക്ക് പോലും എന്നോട് പുച്ഛമായി. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവർ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പര്യാലോചകർക്കെല്ലാം എന്നോട് അറപ്പാണ്. ഞാൻ സ്നേഹിച്ചവർ തന്നെ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞു. എൻ്റെ അസ്ഥി എൻ്റെ ചർമ്മത്തോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു. എൻ്റെ പല്ലുകൾ മോണയിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ എനിക്കാവട്ടെ. എന്നോട് കനിവ് കാട്ടണമേ. എൻ്റെ സ്നേഹിതരായ നിങ്ങൾ എന്നോട് കനിവ് കാട്ടണമേ. എന്തെന്നാൽ ദൈവത്തിൻ്റെ കൈ എന്നെ പ്രഹരിക്കുന്നു. ദൈവത്തെപ്പോലെ നിങ്ങളും എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത്? എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾ തൃപ്തരാകാത്തതെന്ത്? ഇത്തരുണത്തിൽ എൻ്റെ ചൊല്ലുകൾ എഴുതപ്പെടാൻ ഇടയായിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ കുറിക്കപ്പെടാൻ ഇടയായിരുന്നെങ്കിൽ, ഇരുമ്പിൻ്റെയും ഈയത്തിൻ്റെയും നാരായം കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ കൊത്തപ്പെടട്ടെ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുമെന്ന് ഞാൻ അറിയുന്നു. അവസാനം അവിടുന്ന് പൂഴിക്കുമീതെ നിൽക്കുമെന്നും. എൻ്റെ ചർമ്മം ഈ വിധം പൊഴിഞ്ഞു പോയാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ ദർശിക്കും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് ദർശിക്കും. എൻ്റെ കണ്ണുകൾ കാണും, പക്ഷേ അന്യനെ ആയിരിക്കില്ല. എൻ്റെ വക്ഷസ്സിൽ എൻ്റെ അന്തരംഗം തളരുന്നു. നമ്മൾ എന്തിന് അവനെ അനുധാവനം ചെയ്യും? എങ്ങനെ പ്രശ്നകാരണം അവനിൽ കണ്ടെത്തും എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് വാളിൻ്റെ മുമ്പിൽ നിങ്ങൾ പേടിക്കുവിൻ. ഒരു വിധിയുണ്ടെന്ന് നിങ്ങൾ അറിയാനായി ക്രോധം വാളിൻ്റെ ശിക്ഷകൾ ഉളവാക്കും. അധ്യായം 20. സോഫാറിൻ്റെ 2-ാം പ്രഭാഷണം. നാമാക്കാരനായ സോഫാർ മറുപടിയായി പറഞ്ഞു, ഞാൻ തിടുക്കം കൂട്ടുന്നത് നിമിത്തമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ചിന്തകൾ എന്നോട് പ്രതികരിക്കുന്നത്. എന്നെ നിന്ദിക്കുന്ന ശകാരം ഞാൻ കേൾക്കുന്നു. എൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്നുള്ള അരൂപി എനിക്ക് ഉത്തരം തരുന്നു. ഇക്കാര്യം നിനക്ക് അറിയില്ലേ? പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽക്കേ ദുഷ്ടരുടെ ജയഭേരി ക്ഷണികമാണെന്നും അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്നും. അവൻ്റെ ഉയരം ആകാശത്തോളം എത്തിയാലും അവൻ്റെ ശിരസ് മേഘത്തെ ഉരുമിയാലും അവൻ സ്വന്തം വിസർജ്യം പോലെ നിത്യമായി നശിച്ചു പോകും. അവൻ എവിടെയെന്ന് അവനെ കണ്ടിട്ടുള്ളവർ ചോദിക്കും. സ്വപ്നം പോലെ അവൻ പറന്നു പോകും. പിന്നീട് അവനെ അവർ കണ്ടെത്തുകയില്ല. ഒരു നിശാദർശനം പോലെ അവൻ തുരത്തപ്പെടും. അവനെ നിരീക്ഷിച്ചിട്ടുള്ള നയനം ഇനി അത് ആവർത്തിക്കില്ല.
അവൻ്റെ ഇടം ഇനി അവനെ നോക്കിയിരിക്കില്ല. അവൻ്റെ മക്കൾ ദരിദ്രരോട് ഭിക്ഷ ഇരക്കും. അവൻ്റെ കൈകൾ അവൻ്റെ തന്നെ സമ്പത്ത് തിരിച്ചു ചോദിക്കും. അവൻ്റെ അസ്ഥികൾ യൗവന ബലം നിറഞ്ഞതായിരുന്നു, എന്നാൽ അത് അവനോടുകൂടെ പൊടിയിൽ കിടക്കും. അവൻ്റെ വായിൽ തിന്മ മധുരിച്ചാൽ അവനത് തൻ്റെ നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. അതിന്മേൽ താൽപ്പര്യം തോന്നി അവനത് ഉപേക്ഷിക്കാതിരിക്കും. അവൻ അത് തൻ്റെ അണ്ണാക്കിനു മധ്യേ സൂക്ഷിക്കും. അവൻ്റെ ആഹാരം അവൻ്റെ വയറ്റിൽ മാറ്റത്തിന് വിധേയമാകുന്നു. അത് അവൻ്റെ ഉള്ളിൽ പാമ്പിൻ വിഷമാണ്. അവൻ സമ്പത്ത് വിഴുങ്ങി അത് ഛർദ്ദിക്കുകയും ചെയ്തു. ദൈവമാണ് അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്താക്കുന്നത്. അവൻ പാമ്പിൻ വിഷം വലിച്ചു കുടിക്കും. അണലിയുടെ നാവ് അവനെ കൊല്ലും. നദികളുടെ നേരെ തേനും പാൽക്കട്ടിയും ഒഴുകുന്ന അരുവികളുടെ നേരെ അവൻ നോക്കുകയില്ല. അവൻ അനുഭവിക്കാതെ വരുമാനം മടക്കി കൊടുക്കുന്നു. ആസ്വദിക്കാനാകാത്ത തൻ്റെ പ്രതിഫലമായ സമ്പത്ത് പോലെ. എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു. താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു. തൻ്റെ ആന്തരികതയിൽ സ്വസ്ഥത അറിയാത്തതിനാൽ തൻ്റെ അഭിനിവേശത്തിൽ അവൻ രക്ഷപ്പെടുകയില്ല. അവൻ്റെ ആഹാരത്തിന് മിച്ചമില്ല, അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല. സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. എല്ലാത്തരം കഷ്ടതയും അവൻ്റെ മേൽ വന്നു ചേരും. അവൻ്റെ വയർ നിറയ്ക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ഉഗ്രകോപം അവനിലേക്ക് അയക്കും. അവൻ്റെ ഭക്ഷണമായി അത് അവൻ്റെ മേൽ വർഷിക്കും. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു കയറും. വലിച്ചൂരുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. അവൻ്റെ പിത്താശയത്തിൽ അത് മിന്നലായിരുന്നു. ഭീകരതകളായി അത് അവൻ്റെ മേൽ വരുന്നു. അവൻ്റെ നിധികളായി സാന്ദ്രതമസ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും. അവൻ്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നവന് ദുരിതമുണ്ടാകും. ആകാശം അവൻ്റെ അകൃത്യം വെളിപ്പെടുത്തും. ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. അവൻ്റെ ഭവനത്തിലെ സാമഗ്രികൾ നാടുകടക്കും. അവിടുത്തെ കോപത്തിൻ്റെ ദിനത്തിൽ അവ പൊയ്പോകും. ഇതാണ് മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള ഓഹരി, ദൈവത്തിൽ നിന്ന് അവന് പറഞ്ഞു വച്ചിരിക്കുന്ന അവകാശം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിൻ്റെ തന്നെ ഉൾക്കാഴ്ചയിലേക്ക് ചാരാതിരിക്കുക. നിൻ്റെ എല്ലാ വഴികളും അവിടുത്തെ അറിയുക. അവിടുന്ന് നിൻ്റെ മാർഗങ്ങൾ നേരെയാക്കും. നിൻ്റെ തന്നെ കണ്ണുകളിൽ നീ ജ്ഞാനിയാകരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിൻ്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്ക് ഉന്മേഷവുമായിരിക്കട്ടെ.